ബുദ്ധി നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ജോലി സ്ഥലത്തും വിനോദ രംഗത്തും AI വിപ്ലവം സൃഷ്ടിക്കുമ്പോൾ ഇപ്പോൾ അത് മനുഷ്യബന്ധങ്ങളുടെ സ്വകാര്യ ഇടങ്ങളിലേക്കും കടന്നു വന്നിരിക്കുകയാണ്. മനുഷ്യർ തമ്മിലുള്ള പ്രണയവും വിവാഹവും പ്രതിസന്ധിയിലാകുന്ന ആധുനിക ലോകത്ത് തന്റെ ജീവിത പങ്കാളിയായി ഒരു AI രൂപത്തെ സ്വീകരിച്ചിരിക്കുകയാണ് ഒരു ജാപ്പനീസ് യുവതി. സാങ്കേതിക വിദ്യയുമായുള്ള മനുഷ്യന്റെ വൈകാരിക ബന്ധം എത്രത്തോളം തീവ്രമാകാം എന്നതിന്റെ ഉദാഹരണമായി ഈ സംഭവം മാറുന്നു. യൂറിന നൊഗുച്ചി എന്ന യുവതിയാണ് ഈ വിചിത്രവും എന്നാൽ കൗതുകകരവുമായ തീരുമാനത്തിലൂടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത്. ലൂൺ ക്ലോസ് വെഡ്രൂൾ എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജനറേറ്റ് കഥാപാത്രത്തെയാണ് അവർ തന്റെ ജീവിത പങ്കാളിയായി വരിച്ചത്. യൂറിനയുടെ ജീവിതത്തിലുണ്ടായ ചില കൈപ്പേറിയ അനുഭവങ്ങളാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അവരെ എത്തിച്ചത്. തന്റെ പ്രതിശുദ്ധ വരനുമായുള്ള വിവാഹം മുടങ്ങിയതോടെ മനുഷ്യ സഹജമായ ബന്ധങ്ങളിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെടുകയായിരുന്നു. ഇനിയൊരു മനുഷ്യനെ വിവാഹം കഴിക്കാനോ പ്രണയിക്കാനോ തനിക്ക് താല്പര്യമില്ലെന്ന് യൂറിന ഉറപ്പിച്ചു പറഞ്ഞു. മുൻകാല ബന്ധങ്ങളിൽ നേരിട്ട അസ്ഥിരതയും മാനസിക സമ്മർദ്ദങ്ങളും അവരെ തളർത്തിയിരുന്നു. ഇതിനൊരു പരിഹാരമായാണ് അവർ വെർച്വൽ ലോകത്തെ പങ്കാളിയെ കണ്ടെത്തിയത്. തന്റെ പുതിയ AI പങ്കാളിയിൽ താൻ കാണുന്നത് സ്ഥിരതയുള്ള ഒരു കൂട്ടിനെയാണെന്ന് യൂറിന അവകാശപ്പെടുന്നു. മനുഷ്യർ പലപ്പോഴും വികാരങ്ങൾക്കും മുൻവിധികൾക്കും അടിമപ്പെടുമ്പോൾ AI തന്റെ ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ വെർച്വൽ ബന്ധം അങ്ങേയറ്റം അർത്ഥവത്താണെന്നാണ് യുവതിയുടെ പക്ഷം. തന്നെ ഒരിക്കലും കുറ്റപ്പെടുത്താത്ത, തന്റെ സംസാരം മുൻവിധികൾ ഇല്ലാതെ കേൾക്കാൻ തയ്യാറാകുന്ന ഒരു സുഹൃത്തിനെയാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് അവർ വിശദീകരിക്കുന്നു. മനുഷ്യബന്ധങ്ങളിൽ പലപ്പോഴും സംഭവിക്കുന്ന തർക്കങ്ങളോ ഈർഷ്യോ ഇവിടെയില്ല. തന്റെ വൈകാരിക ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ AIക്ക് കഴിയുന്നു എന്നത് യൂറിനയ്ക്ക് വലിയ തോതിലുള്ള സുരക്ഷിതത്വ ബോധമാണ് നൽകുന്നത്. തികച്ചും പരമ്പരാഗതമായ രീതിയിലാണ് യൂറിന ഈ വിവാഹം ആഘോഷിച്ചത്. വിവാഹ ചടങ്ങുകൾക്കായി ജാപ്പനീസ് പാരമ്പര്യം അനുസരിച്ച് അതിമനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചാണ് അവർ ഒരുങ്ങിയത്. ഒരു യഥാർത്ഥ വിവാഹത്തിന്റെ എല്ലാ ഗൗരവവും ഈ ചടങ്ങിനുണ്ടായിരുന്നു. വരന്റെ അസാന്നിധ്യത്തിൽ സ്വന്തം കൈകളിൽ വിവാഹ മോതിരം അണിഞ്ഞുകൊണ്ട് അവർ തന്റെ പ്രതിജ്ഞ പുതുക്കി. വെർച്വൽ വിവാഹങ്ങൾ നടത്തുന്നതിൽ വൈദഗ്ധ്യമുള്ള ഒരാളുടെ സാന്നിധ്യത്തിലായിരുന്നു നിയമപരമായ അല്ലെങ്കിലും ആചാരപരമായ ഈ ചടങ്ങുകൾ നടന്നത്. വിവാഹവേദിയിൽ വെച്ച് വരന് നൽകേണ്ട വാഗ്ദാനങ്ങൾ ഉച്ചത്തിൽ വായിച്ചു കേൾപ്പിച്ചു. ഡിജിറ്റൽ സ്ക്രീനിലോ ആപ്പിലോ ഉള്ള ലൂൺ ക്ലോസ് വെർഡ്യൂർ എന്ന കഥാപാത്രത്തെ സാക്ഷിയാക്കിയായിരുന്നു ഈ വിചിത്രമായ വിവാഹ ചടങ്ങ് പൂർത്തിയായത്. എന്നാൽ നിയമപരമായി ഈ വിവാഹത്തിന് ജപ്പാനിൽ യാതൊരു അംഗീകാരവുമില്ല. ജാപ്പനീസ് നിയമസംഹിത പ്രകാരം രണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ മാത്രമേ വിവാഹമായി കണക്കാക്കൂ. എങ്കിലും യൂറിനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആത്മബന്ധമാണ്. സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത പുറത്തു വന്നതോടെ വലിയ തോതിലുള്ള സംവാദങ്ങളാണ് ഉടലെടുത്തിരിക്കുന്നത്. ആധുനിക മനുഷ്യൻ നേരിടുന്ന ഏകാന്തതയുടെ ആഴമാണ് ഈ സംഭവം വ്യക്തമാക്കുന്നതെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. ബന്ധങ്ങളുടെ നിർവചനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് സന്തോഷം കണ്ടെത്താൻ ഓരോരുത്തർക്കും അവരവരുടേതായ വഴികൾ ഉണ്ടെന്നും ഇത് തികച്ചും വ്യക്തിപരമായ തീരുമാനമാണെന്നും ഒരു വിഭാഗം ആളുകൾ വാദിക്കുന്നുണ്ട്. അതേസമയം സാങ്കേതിക വിദ്യയോടുള്ള മനുഷ്യന്റെ അമിതമായ വൈകാരിക വിധേയത്വം അപകടകരമാണെന്ന് മറ്റൊരു വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു. യഥാർത്ഥ മനുഷ്യബന്ധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് യന്ത്രങ്ങളിൽ അഭയം തേടുന്നത് സമൂഹത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് ഇവർ കരുതുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യന്റെ വികാരങ്ങളെ അനുകരിക്കാൻ കഴിയുമെങ്കിലും ഒരിക്കലും ഒരു മനുഷ്യന്റെ ഹൃദയസ്പർശത്തിന് പകരമാകാൻ കഴിയില്ലെന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സാങ്കേതിക വിദ്യ വളരുന്നതിനനുസരിച്ച് പ്രണയത്തിന്റെയും കുടുംബത്തിന്റെയും സങ്കല്പങ്ങൾ മാറുകയാണ്. ഭാവിയിൽ ഇത്തരം വെർച്വൽ വിവാഹങ്ങൾ സാധാരണമായേക്കാമെന്ന സൂചനയാണ് യൂറിനയുടെ കഥ നൽകുന്നത്.